ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 49,999 രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം. ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, LED ഹെഡ്ലൈറ്റ്, വിശാലമായ സ്റ്റോറേജ് സ്പേസ്, ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത. അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ്, ഉദുവടി, ചേലക്കര. ഫോൺ 6238627700 9567597700. കെ രാധാകൃഷ്ണൻ MP വോട്ട് രേഖപ്പെടുത്തി. തോന്നൂർക്കര AUP സ്കൂളിൽ 19-ാം വാർഡ് ബൂത്ത് നമ്പർ 1 C ബ്ലോക്കിലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 10:30 കെ രാധാകൃഷ്ണൻ MP വോട്ടെടുപ്പ് കേന്ദ്രത്തിലെത്തിയത്. സംസ്ഥാനത്തെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. 1ാം ഘട്ടം 7 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു. ഇന്ന് തൃശ്ശൂർ ജില്ല ഉൾപ്പെടെയുള്ള 7 ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇനി നടക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ നൽകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ആവേശപൂർവ്വം പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഓരോ ബൂത്തിലും കാണാൻ വേണ്ടി കഴിയുന്നത്. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് പൂർണ്ണമായിട്ടും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റായി മാറ്റുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വലിയ രീതിയിലുള്ള സംഭാവനയാണ്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ള ഏറ്റവും ശരിയായ ഒരു വികസന നയം 97 മുതൽ നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ മാറ്റം നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരള അല്ലെങ്കിൽ 9.5 വർഷത്തിലധികമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിൽ വലിയ ഇച്ഛാശക്തിയാണ് കാണിച്ചത്. വാഗ്ദാനങ്ങൾ നൽകാനുള്ളതല്ല, അത് നടപ്പിലാക്കാനുള്ളതാണെന്ന് തെളിയിച്ച ഒരു ഗവൺമെൻറ്റാണ് 9.5 വർഷമായിട്ട് നമ്മുടെ കേരളം വരുന്നത്. ആ ഭരണ നേട്ടമൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്നു. വികസന രംഗത്തും ക്ഷേമ മേഖലയിലും നമ്മുടെ കേരളം അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഒരുമയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള നിലപാടും സ്വീകരിച്ചു. വികസനവും ക്ഷേമവും മാത്രം ഉണ്ടായാൽ പോരാ, അതോടൊപ്പം തന്നെ അത് അനുഭവിക്കാൻ ജനങ്ങൾക്ക് അവസരമുണ്ടാകും. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മതസൗഹാർദ്ദവും സഹോദര്യവും ഒരുമയെല്ലാം നിലനിർത്താൻ പറ്റും. ആ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ വികസന രംഗത്ത്, ക്ഷേമരംഗത്ത്, മനുഷ്യൻ്റെ ഐക്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ മുന്നേറുന്ന ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തുക എന്നുള്ള കടമ നമുക്ക് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ജനാധിപത്യ സംവിധാനങ്ങൾ തകർക്കപ്പെടാനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നത്. അപ്പോൾ ജനാധിപത്യ സംവിധാനങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിനെയും നമുക്ക്
മാറ്റിത്തീർക്കാൻ കഴിയും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരത്തിലാകാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് സൂചിപ്പിക്കുക. നമ്മുടെ ചേലക്കര പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ തുടർച്ചയുണ്ടാകും. അതുപോലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർന്ന് ഭരണമുണ്ടാകും. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പറയാം, ജില്ലാ കൗൺസിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാൻ കഴിയണം. മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. ജനങ്ങൾ ആ രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യുന്ന എല്ലാ ആളുകളോടും എല്ലാ വിധത്തിലുള്ള നന്ദിയും രേഖപ്പെടുത്തുകയും ചെയ്യും. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.